ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മിനിറ്റ് ഇതൊന്ന് എഴുതേക്കട്ടെ. ഇപ്പോൾ എവിടെ നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഫ്രാൻസിലാണ്. നമുക്ക് പൂക്കളമായിട്ട്, പൂക്കളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിട്ട് റോയൽ പാം സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കണേ. ഇതപ്പോൾ നമ്മൾ സ്പെയിനിൽ നിന്ന് ഇറ്റലിയിൽ മിലാനിലേക്ക് 2 സ്ഥലത്ത്, അതിനുശേഷം വന്നിട്ട് ഓസ്ട്രിയയിൽ 2 സ്ഥലത്തായിട്ട് ലോഡ് ഇറക്കാനുള്ള. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ലോഡ് കയറ്റി അടുത്ത പരിപാടി. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ക്ലിയർ ഇല്ലാത്ത റൂട്ടാണ്, വ്യക്തമായിട്ട് ഒരു ധാരണയില്ലാത്ത റൂട്ടാണത്. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം മുമ്പെങ്ങാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലെ വന്നത്. അതിനുശേഷം പിന്നെ ഈ സ്ഥലം വിട്ടു. ഒരു ഓർമ്മയില്ല ഈ സ്ഥലത്തെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാനപ്പോൾ ഇന്ന് കാലത്തെടുത്തതിന് ശേഷം വന്നിട്ട് ഇതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട് ക്ലിയർ ആവണില്ല സംഭവങ്ങൾ. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് വന്നിട്ട് ഇതായതുകൊണ്ട്, ചെടികളും ഇതായതുകൊണ്ട് ഇന്ന് നമുക്ക് വണ്ടി ഓടിക്കാം. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ A8, അതായത് ഇറ്റലിക്ക് പോകുന്ന റൂട്ടാണത്. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് എന്നെനിക്ക് അറിയില്ല. നമുക്ക് മിലാനിലേക്ക് വന്നിട്ട് 342 കിലോമീറ്റർ ആണ് ഇവിടുന്ന്. ആയിരത്തി 600 കിലോമീറ്ററായി നമ്മൾ സ്പെയിനിൽ നിന്ന് വണ്ടി എടുത്തിട്ട്. വെള്ളിയാഴ്ച രാത്രി എടുത്തത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മണി. റൂട്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒന്നും ഇതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റണില്ല. പിന്നെ അത് മാത്രമല്ല, ഈ വണ്ടിക്ക് വന്നിട്ട് 50 കിലോമീറ്റർ സ്പീഡ് എഴുതി വെച്ചാണ്. എന്താണ് സംഭവങ്ങളെന്നൊന്നും അറിയില്ല. 90, 50 അല്ല, ട്രക്കിന് വന്നിട്ട് 70 എഴുതി വെച്ചാണ്. ഇന്നലെ രാത്രി നമ്മൾ വണ്ടി എടുത്തത് ഏകദേശം 3 മണിക്കാണ്. ഓവർടേക്കിങ് പാടില്ല, 100 കിലോമീറ്റർ ഇട്ട് വെച്ചാണ്. ഓക്കെ, നമ്മൾ സ്ഥിരം റൂട്ട് ഇതല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല ഇതിനെപ്പറ്റി, ഇവിടുത്തെ സംഭവങ്ങൾ എന്തിട്ടാന്നുള്ളത് അറിയില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. ഒരു പ്രാവശ്യം ഇതിലെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 വർഷം മുമ്പ് കൊറോണ ടൈമിൽ ഇറ്റലിക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് പോണ. ഈ പാലം കൊണ്ടായിരിക്കാം 70 കിലോമീറ്റർ സ്പീഡ് പറഞ്ഞേക്കണേ. താഴ്ത്ത് വന്നിട്ട് അതൊക്കെ തന്നെ. നമ്മളൊക്കെ മൊണാക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ, ഏകദേശം ഫ്രാൻസിൽ. ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് ബോർഡറിലേക്ക് ക്രോസ് ചെയ്യാനായിട്ട്, ഇറ്റാലിയൻ ബോർഡറിലേക്ക്. ഇറ്റലിയിൽ വന്നിട്ട് നമ്മുടെ ഈ വണ്ടി പേയാഹ ക്ലിയർ ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ വണ്ടികൾ ഇറ്റലിക്ക് പോകാറില്ല. വളരെ റെയർ, ഒരു 3 വർഷം കൂടുമ്പോഴൊക്കെ പോണേ. അതും എൻ്റെ ഈ വണ്ടി. ഇനി അടുത്ത വണ്ടി എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പൂക്കളുടെ സീസൺ ആയിട്ടില്ല. ഇത് ഫസ്റ്റ് വണ്ടി എൻ്റെ എന്നാ പറഞ്ഞത്. അപ്പം എന്തിട്ട സംഭവങ്ങളൊന്നും അറിയാമെന്നില്ല. നാളെ കാലത്ത് എന്തായാലും മിലാനിൽ
2 സ്ഥലത്തായിട്ട് ലോഡ് ഇറക്കണം. അതിനുശേഷം നേരെ ഓസ്ട്രിയയിൽ വന്നിട്ട് പിറ്റേ ദിവസമാണ് കാലത്ത്. അവിടെ 2 സ്ഥലത്തായിട്ട് ഇറക്കാനുണ്ട്. ഇവിടെ റഡാറും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. ഇവിടെയും 70 സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചാൽ എന്തിട്ടാ കാര്യം മനസ്സിലാവണില്ല കേട്ടോ. അടുത്ത ടണലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം ഇതിൻ്റെ താഴത്ത് അപ്പുറത്ത് വന്നിട്ട് കടലാണ്. ഇതിൻ്റെ അങ്ങേ ഭാഗം ചെറിയൊരു ഗ്രാമമാണത്. ഇതേ ഹോത്താക്കറിയോണ്ട് വണ്ടി വേണം. നമ്മളിപ്പോൾ ഈ മൊണാക്കോ എന്ന് പറഞ്ഞ സംഭവം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കണു ഫ്രാൻസിൽ. ഭയങ്കര സ്ട്രേഞ്ച്. ഇതിപ്പോൾ സ്പെയിൻ്റെ പോലെയൊക്കെ ഇരിക്കണേ മലയിടക്ക് കണ്ടിട്ട്. പക്ഷെ എന്നിട്ട് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ട് എനിക്കറിയാം, ഇവിടുത്തെ റൂട്ട് എനിക്കറിയില്ല. ഇവിടെ ഓട്ടോ
ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആണ് ഇവിടെ. അപ്പം അതിൻ്റെ പേരിൽ വലിയ കോമഡികൾ നടക്കില്ല. പുള്ളിനെ കൊഞ്ഞനം കുത്തി പോകുന്നുണ്ട്. ഞാനവിടെ ക്യാമറ വയ്ക്കുന്ന സമയത്ത് കയറിപ്പോയ വണ്ടികളാണ്. നമുക്ക് എന്തായാലും അപ്പം ഇനി സാവധാനം ഇത് കഴിഞ്ഞിട്ട് ഇറ്റലിയിലേക്ക് കയറാം. അപ്പോൾ കൂട്ടുകാരെ സപ്പോർട്ടിനൊക്കെ നന്ദി. നമുക്കപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.